ഇതെന്താ എന്തു പറ്റി ഈ നേരത്ത്? വാ നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. ഇപ്പോഴോ? അയ്യോ എനിക്ക് വയ്യ. എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കി തരാം. ഒരു കാര്യമുണ്ട്, വാ പ്ലീസ്. ഷെടാ എനിക്ക് വയ്യ. സത്യോടെ എനിക്ക് പുറത്തു പോവാൻ മൂടില്ല. എന്താണ് ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്താ കാര്യം? വീട്ടിൽ നിന്ന് അച്ചായൻ വിളിച്ചിരുന്നു, നമ്മുടെ കാര്യത്തിന് ഓക്കെ പറഞ്ഞു. ശരിക്കും? ആ അന്ന് പറഞ്ഞപ്പോ അതൊന്നും നടക്കില്ലെന്നല്ലേ പറഞ്ഞ? ഇപ്പൊ എന്തു പറ്റി? എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ സമ്മതിച്ചില്ലായിരുന്നു നീ എന്തു ചെയ്യുമായിരുന്നു? നമ്മുടെ റിലേഷൻ വേണ്ടാന്ന് നോക്കിയോ? അങ്ങനെയല്ല, എന്നാലും എല്ലാവരുടെയും ഇഷ്ടത്തിന് നടക്കുമ്പോ അതല്ലേ ഒരു സന്തോഷം. എന്ത്? നമ്മുടെ കല്യാണം. കല്യാണോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് നിന്റെ വീട്ടുകാര് വീണ്ടും പറ്റില്ല എന്ന് പറയും. അപ്പൊ നീ വീണ്ടും ടെൻഷനാവും. കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ. എന്നാ നീ ആലോചി. ഫീലായോ? എന്തിന്? ബാ നമുക്ക് ചായ കുടിക്കാൻ പോവാം. നിനക്ക് മൂടില്ലല്ലോ. എനിക്കിപ്പോ ഭയങ്കര മൂടായി. എടാ മണ്ട, നിന്റെ വീട്ടുകാർ ഓക്കെ പറഞ്ഞ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര ടെൻഷനിലായിരുന്നു. ഹലോ, ഡെന്നിസാണ്. പറ ചായ. പപ്പയ്ക്ക് 2 ദിവസമായിട്ട് വലിയ സുഖമല്ല. നീ എന്നാ വരുന്നത്? പപ്പയ്ക്ക് എന്ത് പറ്റി? ഹോസ്പിറ്റലാ? ഏയ് പേടിക്കാനൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണം. എന്നത്തേക്ക് വരാനാവും? ഞാന് നെക്സ്റ്റ് സൺഡേ വരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. വേണമെങ്കിൽ നാളെ തന്നെ വരാ ചായ. ഓക്കെ, വരുമ്പോ ആ കുട്ടിയെ കൂടെ കൊണ്ടുവരൂ. പപ്പയ്ക്ക് അവളെ ഒന്ന് കാണണം. പക്ഷെ ചായ അവള് നാട്ടിലേക്ക് ഇന്നലെ പോയി. വരുമ്പോ അതുവഴി പോയി അവളെയും കൂട്ടിയിട്ട് വരൂ. ഓക്കെ ചായ, ഞാൻ വിളിച്ചോളാം. പിന്നെ കൂടെ ആ കുട്ടിയുള്ളത് ആരും അറിയണ്ട. നാട്ടുകാരൊക്കെ ഇപ്പോഴേ കഥ ഉണ്ടാക്കി തുടങ്ങും. ശരി ചായ, ഓക്കെ. വാ കേറുവാ. പാപ്പ എങ്ങനെയുണ്ട്? കാറിന്റെ ശബ്ദം കേട്ടു. ഇതാണല്ലേ നിന്റെ പെണ്ണ്? അതെ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ. ഒന്ന് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാ. അപ്പൊ ഇരിക്കും, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. വാ. ശരി. ഞാൻ അവൾക്ക് വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ശരി ശരി ചെല്ല, തന്നെ കാണാം. ഇഷ്ടായോ? സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ അപ്പാപ്പന്റെ പ്ലാനാ. ഇപ്പൊ ഇത്രയും വലിയ വീട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോഴാണ് പാട്. പക്ഷെ ഇത് ശരിക്കും അടിപൊളിയാ. നമുക്കിന്ന് ഇവിടെ കിടക്കാം. ഇവിടെയോ? ഇവിടെ വല്ല പാമ്പുണ്ടോ? നീ ഹാപ്പി അല്ലേ? നീയോ? ഹാപ്പി. അപ്പനോട് പറഞ്ഞിട്ടില്ല, അതിന് ചെറിയൊരു വിഷമം. അതിൽ വിഷമിക്കൊന്നും വേണ്ട. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ഉച്ചയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. പിന്നെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാം ഓക്കെ ആക്കാൻ മതി. മതി. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. മതി, താങ്ക് യു.
ജെസി ഇന്ന് എൻ്റെ അടുത്ത് കിടന്നോളൂ. രാത്രി ഒന്ന് എണീക്കണം. വീട്ടിൽ ആദ്യമായി വന്നതല്ലേ, ഒരു പ്രാർത്ഥനയുണ്ട്, അതിൽ കൂടണം. ഇതെന്താ പ്രാർത്ഥനയൊക്കെ? ഇതെന്താ ഈ പ്രാർത്ഥനയുടെ കാര്യം? പ്രാർത്ഥനയുടെ കാര്യം ഞാനും ഇപ്പോഴാണ് അറിയണത്. അപ്പച്ചനൊക്കെ കുറച്ച് പഴയ സെറ്റപ്പാ, കാര്യം കണ്ട. എങ്കിൽ നീയും വാ. ഞാനുണ്ടോ? നീ പോയി കിടന്നോ, രാത്രി എഴുന്നേൽക്കാള. ഏയ്, ഈ ബലി നിനക്കുള്ളതാണ്, അങ്ങയുടെ സൈന്യത്തിലേക്ക് ഒരാൾ കൂടി. വി ബിലീവ് യു ആർ ദി വേ, ദി ട്രൂത്ത് ആൻഡ് ലൈഫ്, നോട്ട് ഹിം. വാ എന്നാ, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്തിടക്കാം. ഞാൻ എവിടെ വേണേലും വന്ന് പറയാം, ഇവരെല്ലാരും കൂടിയാണ് ജെസിയെ കൊന്നെന്ന്. വാ അന്ന. എന്നിട്ട് നീ ഇവർക്കൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കോ? എന്റെ ജെസിയെ കൊന്ന പോലെ ഇവിടുത്തെ നിയമപരൊക്കെ കൊന്നു കളയോ? അതല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇനി അവളെ കൊന്നവരൊക്കെ തീർത്തിട്ട് ഞാൻ ഈ പടി ഇറങ്ങൂ. അതൊന്നും അത്ര എളുപ്പമല്ല അന്ന. ഈ പിശാചിനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അടിമകളായി അവർ മാറിക്കഴിഞ്ഞു. ഈ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അവർക്കൊരു മടിയുണ്ടാവില്ല. ഇനി ദൈവത്തിന് മാത്രമേ അവരെന്തേലും ചെയ്യാൻ കഴിയുള്ളൂ. ജെസിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാ അതിനെനിക്ക് മടിയില്ല. നിനക്ക് അവൾ ഇഷ്ടായിരുന്നില്ലേ? നിന്നെ അവൾക്ക് ജീവനായിരുന്നു. അന്ന, ഈ വീട് കത്തിച്ച് കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കൂ എനിക്കറിയില്ല. നീ കൂടെ നിന്നാ മതി. ഓരോന്നോരോന്നായി നമുക്ക് അവസാനിപ്പിക്കാം.